ശരത്തേട്ടാ, ഈ മരം കൊണ്ട് ഈ പാനലൊക്കെ ചെയ്യുമ്പോൾ ഇന്റീരിയറിൽ ഭയങ്കര കോസ്റ്റ്ലി ആവില്ലേ? മരം കൊണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആവും. നമുക്ക് വുഡിന്റെ എക്സ്പെൻസ്, ഇത് പോളിഷ് ചെയ്തെടുക്കാനുള്ള എക്സ്പെൻസ്, കാർപ്പന്റേഴ്സിന്റെ എക്സ്പെൻസ് തുടങ്ങി ഭയങ്കരമായിട്ടുള്ള കോസ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് വരും. പക്ഷേ ഇത് ആക്ച്വലി വുഡ് അല്ല, നമുക്ക് ഇതൊരു WPC പാനൽസ് ആണ്. ഇതുപോലെയാണ് ഈ പാനൽസിന്റെ ടെക്സ്റ്റേഴ്സ് വരുന്നത്. ഇത് നമുക്ക് കുറെ ഒരു കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ പാനൽ നമുക്ക് WPC പാനലിന്റെ 1 feet വിഡ്ത്തും 3 meter ലെങ്ത്തും ഉള്ള ഒരു പീസുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ഒരു പീസസ് ആണ് നമ്മൾ ഇതുപോലെ ഇന്റീരിയറിൽ നമ്മളിങ്ങനെ സീലിംഗിന്റെ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ജിപ്സം ചെയ്യുന്നതിനിടയിൽ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്ത് നിർത്താനായിട്ടും ചില ഏരിയകളിൽ കൂടുതൽ ഭംഗിയാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള പാനൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബെഡ്റൂമിനെ സംബന്ധിച്ച് കസ്റ്റമറിന് ഇതൊരു സൂട്ട് റൂം പോലെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ബെഡ്റൂമിന്റെ ബെഡ് ഏരിയ വരുന്നത്. ഡോർ എൻട്രി നമുക്ക് വരുന്ന ബെഡ് സ്പേസിന്റെ ഒരു സെൻട്രൽ സ്പേസ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ 2 സൈഡിൽ നമുക്ക് പാനലിങ്സ് വരുന്നുണ്ട്, ലൈറ്റിങ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് സ്പേസ് വരുന്നുണ്ട്. ബെഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കാണാവുന്ന രീതിയിൽ. ഇവിടെ അദ്ദേഹത്തിന് ഒരു ബാർ സ്പേസ് വരുന്നുണ്ട്. അതുപോലെ ഈ കാണുന്ന സ്പേസിലാണ് ടോളിൽ നമുക്ക് ഫുള്ളായിട്ട് അപ് ടു സീലിംഗ് വരെ നമുക്ക് ഫുള്ളായിട്ട് വാർഡ്രോബ്സ് വരുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന് ഒരു വർക്ക് സ്റ്റേഷൻ വരുന്നുണ്ട്. അതുപോലെ ഒരു സോൺ സ്പേസിൽ നമ്മൾ നമ്മുടെ ഡ്രസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ബാത്റൂംസിലേക്കുള്ള എൻട്രി മറ്റും ഈ ഒരു സ്പേസിൽ നിന്നാണ് നമുക്ക് വരുന്നത്. കൂടാതെ നമുക്ക് ഒരു റിലാക്സിങ് സ്പേസ് ആയിട്ട് ഇവിടെ ഒരു ബേ വിൻഡോ, നമുക്ക് ഔട്ടറിലേക്ക് വ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഏരിയനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു പാനലിങ്സ് നമുക്കിവിടെ വന്നിട്ടുള്ളത്.